നമസ്കാരം. ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 136 അടിയിലേക്കെത്തി. വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഷട്ടർ തുറക്കുമെന്നും തമിഴ്നാട് അറിയിച്ചു. 13 ഷട്ടറുകൾ ഇന്ന് രാവിലെ 8 മണിക്ക് തുറക്കുമെന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ 5000 ഘനയടി വെള്ളം വരെ തുറന്നുവിടും. പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാൽ കൂടിയാണിത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജലനിരപ്പ് 137 അടിയായി ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇടുക്കിയിലും അതിശക്തമായ മഴ തുടരുകയാണ്. സംസ്ഥാനത്തുടനീളവും മഴ ശക്തമാവുന്നുണ്ട്. ഇടുക്കിയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. ഇടുക്കി കുമളിയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. തോട് കര കവിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ 5 പേരെയും രക്ഷപ്പെടുത്തി. മിനി, ദേവി, അക്ഷയ് കൃഷ്ണ, ദയാൻ കൃഷ്ണ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. 42 കുടുംബങ്ങളെ സമീപത്തുള്ള ഹോളിഡേ ഹോം ഡോർമിറ്ററി ബിൽഡിംഗിലേക്കും മാറ്റിയിട്ടുണ്ട്. കുമളി ചെളിമട ഭാഗത്തും ആനവിലാസം ശാസ്ത്രനട ഭാഗത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കക്കിക്കവല ആറ്റിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് സമീപത്തെ വീടുകളിലും വെള്ളം കയറി. ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും. അടുത്ത 5 ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഒക്ടോബർ 21 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.